മക്കളെ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണം എക്സാമിന് നമ്മളുടെ SSLC ബയോളജിയിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് മിസ് പറയുന്നത്. ഈ ടോപ്പിക്സ് നോക്കാതെ അല്ലെങ്കിൽ പഠിക്കാതെ എൻ്റെ കുട്ടികൾ ഓണം എക്സാമിന് പോകരുത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം ഇത് എന്തായാലും നോക്കുക. അപ്പം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള മക്കളാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സിലെ ഈ ടോപ്പിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം, ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം. ഇനി ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിൽ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, മിസ് കയ്യിലൊന്നുമില്ല, എന്താണ് നോക്കേണ്ടത്? അപ്പം നമ്മുടെ ഫ്രണ്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞത് ഈ ടോപ്പിക്ക് നോക്കണം. അപ്പോൾ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനർത്ഥം ഇത് മാത്രം പഠിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുന്നോ? അങ്ങനെയല്ല. എല്ലാം പഠിച്ച ഒരാൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നാണെങ്കിലും ഉള്ള കാര്യമാണ് കേട്ടോ. സോ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസിൽ ന്യൂറോണിനെ വിട്ടൊരു കളിയില്ല. ന്യൂറോണിൻ്റെ ഡയഗ്രാം ആയിക്കോട്ടെ, അതിൻ്റെ പാർട്സ് ലേബിൾ ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കും. ചിലപ്പോൾ ഫംഗ്ഷൻ തന്നിട്ട് ഏത് ഭാഗമാണെന്ന് പറയും. ന്യൂറോണിൻ്റെ ഡയഗ്രാം ലേബിൾ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ അടുത്ത അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനും അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതിൻ്റെ ഫങ്ഷൻസ് അടക്കം ചോദിക്കാറുണ്ട്. സോ ബ്രെയിനും ന്യൂറോണും വിത്ത് ഡയഗ്രാം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന 2 ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ 2 ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും നോക്കുക. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മളുടെ റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ റിഫ്ലെക്സ് ആക്ഷനിൽ നമുക്ക് 2 ടൈപ്പ് റിഫ്ലെക്സ് ഉണ്ട് അല്ലേ? സ്പൈനൽ റിഫ്ലെക്സും അതുപോലെ സെറിബ്രൽ റിഫ്ലെക്സും. ആൻഡ് ഈ റിഫ്ലെക്സ് ആക്ഷൻസിന് വിത്ത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. റിഫ്ലെക്സ് ആർക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റിഫ്ലെക്സ് ആർക്ക്, ഒരു പാത്വേ കാണാം. ഈ റിഫ്ലെക്സ് ആർക്ക് ചോദിക്കാറുണ്ട്. റെഡി? അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നയുടെ സെക്ഷൻ. ഇത് ഏതാണ്? സെൻട്രൽ കനാൽ ലേബിൾ ചെയ്യാൻ വരാറുണ്ട്. ഇത് ഏത് റൂട്ടാണ്, ഇങ്ങോട്ടേക്ക് വരുന്നത് ഏതാണ്, പുറത്തേക്ക് വരുന്നത് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് സെക്ഷൻ ലേബിൾ ചെയ്യാൻ കൂടെ വരാറുണ്ട്. അതേപോലെ തന്നെ ന്യൂറോണൽ ഡിസീസസ്, നമുക്ക് ആകെ 3 ഡിസീസസ് ഉള്ളൂ. അൽഷൈമേഴ്സ്, പാർക്കിൻസൺസ്, അതുപോലെ തന്നെ നമ്മളുടെ എപ്പിലെപ്സി. ഈ 3 അസുഖങ്ങളുടേതും വരാറുണ്ട്. ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല മിസ് പറയുന്നത്, ഇതെന്തായാലും വരുന്ന ഏരിയാസാണ്. ദെൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല. കാരണം അതിലാകെ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഐയുടെ ഡയഗ്രാം വെച്ചിട്ട് നിറയെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഒന്ന് നമ്മളുടെ ഐയുടെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് അടയാളപ്പെടുത്താനും അതിൻ്റെ ഫങ്ഷൻസും ചോദിക്കാറുണ്ട്. റെഡി? ആൻഡ് രണ്ടാമത്തത് ഇതിലെങ്ങനെയാണ് ലൈറ്റ് ഇതിലേക്ക് വരുന്നത് എന്ന് ക്രമീകരിക്കുന്നത് ചോദിക്കാറുണ്ട്. നമ്മൾ ഏത് മസിൽസാണ് അതിന് സഹായിക്കുന്നത്, ഏത് ഭാഗമാണ് അതിന് സഹായിക്കുന്നത്. പിന്നെ ഐയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ചോദിക്കാറുണ്ട്. ആൻഡ് നമ്മുടെ 2 ചേമ്പേഴ്സ്, ഈ ഒരു വിട്രിയസ് ചേമ്പറും ഈ ഒരു അക്വസ് ചേമ്പറും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മളുടെ ഇയറിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെയും അതേപോലെ തന്നെ ഈ ടിംപാനത്തിൻ്റെ ഈ ഇയർ ഓസിക്കിൾസിൻ്റെ ഒക്കെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഈ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും ഒക്കെ നമ്മളെ ബോഡി ബാലൻസിങ്ങിന് എങ്ങനെ സഹായിക്കുന്നു, അതിൻ്റെ ഫ്ലോ ചാർട്ടും. പിന്നെ നമ്മളെ സ്മെല്ല് അറിയാനും ടേസ്റ്റ് അറിയാനും ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലോ ചാർട്ടും വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിന് വിൻഡോസ് ഓഫ് നോളജിൽ. പിന്നെ നമുക്കിങ്ങനെ കുഞ്ഞു ടോപ്പിക്സിനേക്കാൾ ഒരു മേജർ ടോപ്പിക്കിൽ നിന്ന് അവിടെ നിന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പം മിസ് ഞാനിവിടെ നോസും അതേപോലെ തന്നെ ടേസ്റ്റും പറഞ്ഞില്ല എന്ന് കരുതി ആ ടോപ്പിക്ക് വേണ്ട എന്നല്ല, അതിൽ ആ ഫ്ലോ ചാർട്ട്. ഇപ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഐക്കും ഇയറിനും നോസിനും അതേപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിനും ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതിങ്ങനെ കറക്റ്റ് ഓർഡറിലാക്കാനും അല്ലാതെയും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നമ്മുടെ 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഈ ചാപ്റ്ററും അതേപോലെയാണ്. എല്ലാ ഗ്ലാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് പൊതുവായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഹൈപ്പോ തലാമസ് ഏതൊക്കെ ഹോർമോൺസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്ററി ഹോർമോൺസും. അത് നമ്മളുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ പ്രവർത്തിക്കും. അതുകൂടാതെ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതൊക്കെ? നമ്മളുടെ സൊമാറ്റോട്രോപ്പിൻ, TSH, ACTH അല്ലേ, പ്രൊലാക്റ്റിൻ, അങ്ങനത്തെ ഹോർമോണുകളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയണം. ദെൻ പീനിയൽ ഗ്ലാൻഡ്, മെലറ്റോണിൻ, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്. ദെൻ തൈറോയിഡ് ഗ്ലാൻഡ്, നമുക്ക് 2 ഹോർമോൺസ്, നമ്മളെ തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ നമ്മുടെ മെറ്റബോളിസത്തിനും കാൽസിറ്റോണിൻ കാൽഷ്യം റെഗുലേഷനും സഹായിക്കും. അതിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. ദെൻ നമ്മുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, തൈമോസിൻ,
നമ്മുടെ യൂത്ത് ഹോർമോൺ, ദെൻ അഡ്രീനൽ ഗ്ലാൻഡ്, എമർജൻസി ഹോർമോൺസ്, ദെൻ നമ്മുടെ പാൻക്രിയാസ്. അവിടുന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണിൻ്റെയും ഏരിയ. പിന്നെ നമ്മുടെ ഓവറീസ്, മെയിൽസിലെ ടെസ്റ്റീസ്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഈ പാൻക്രിയാസ്. കാരണം പാൻക്രിയാസിൻ്റെ ഇൻസുലിനും ഗ്ലൂക്കഗോണും എങ്ങനെയാണ് നമ്മളുടെ ഷുഗറിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ തൈറോക്സിൻ. ഈ തൈറോക്സിൻ റിലേറ്റഡ് ആയിട്ട് തൈറോക്സിൻ്റെ ഫങ്ഷൻസ്, തൈറോക്സിൻ്റെ കുറവ് മൂലം ക്രെട്ടിനിസം, മിക്സഡിമ, അതേപോലെ ഗോയിറ്റർ വരാറുണ്ട്. ദെൻ കൂടിക്കഴിഞ്ഞാലുള്ള ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് ചോദിക്കാറുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഈ ഫിറമോൺസ്. എന്താണ് ഫിറമോൺസ്, അത് എന്തിനാണ് സഹായിക്കുന്നത്, ഏതൊക്കെയാണ് എക്സാമ്പിൾസ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദെൻ നമ്മുടെ ഗ്രോത്ത് ഹോർമോണും അതിൻ്റെ ഡിഫക്റ്റും. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിയിട്ട് എക്സസ് ഗ്രോത്ത് ഉണ്ടാവുന്ന ജൈജാൻഡിസം, ഭീമാകാരത്വം, പിന്നെ നമ്മുടെ കുറവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്വാഫിസം, ദെൻ എക്രോമെഗലി. ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത്. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട്. അപ്പോൾ നിങ്ങളൊന്നും പഠിക്കാതിരിക്കുമ്പം നിങ്ങൾക്ക് ഒരു ഒരു കയറിട്ട് തരില്ലേ, കയറി വരാൻ, അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം പഠിച്ച മക്കൾക്ക് ഈ ഏരിയാസ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വൈകിട്ടുള്ള ലൈവ് മറക്കാതിരിക്കുക. 7:30 എൻ്റെ മക്കളെല്ലാവരും ഉണ്ടാവണം. ഇനി നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാം ഒന്ന് കവർ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. സോ ആരും മിസ് ചെയ്യരുത്.